അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 66, 67 ചോദ്യങ്ങളാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. അപ്പോൾ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് നമ്പറുകൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 12, 63, രണ്ട് 2 ഡിജിറ്റ് നമ്പറുകൾ അല്ലേ. ഇവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് ഉത്തരം കിട്ടും? 756 നമുക്ക് ഉത്തരം കിട്ടും. ഇനി 12 ഞാൻ തിരിച്ചിട്ടു, അതായത് 21 എന്നാക്കി, ഇൻറ്റു 63 ഇതേ രൂപത്തിൽ 36 എന്ന് തിരിച്ചെഴുതി. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കിയേ, എത്ര ഉത്തരം കിട്ടുമെന്ന് നോക്കിയേ. ഇവിടെയും നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 756 തന്നെയാണ് ഉത്തരം കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് മറ്റൊരു സംഖ്യ എഴുതാം. 32 ഇൻറ്റു 46, 472 ഇവിടെ നമുക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നാം ഇതിനൊന്ന് തിരിച്ചിടുകയാണെങ്കിലോ, അതായത് 32 നമുക്ക് 23 എന്നെഴുതി, 46 64. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെയും നമുക്ക് 1472 തന്നെയാണ് കിട്ടുക. അതായത് നമുക്ക് ഇവിടെയും എന്ത് കിട്ടുന്നു? സെയിം പ്രോഡക്റ്റ് ആണ് അല്ലേ. സെയിം പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇതിൽ രണ്ടിലും കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് 2 ഡിജിറ്റ് നമ്പറുകളും ഇതേപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെയിം പ്രോഡക്റ്റ് ആണ് കിട്ടുക. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 15 ഇൻറ്റു 21 എത്ര കിട്ടും? 315 കിട്ടും. ഞാനൊന്ന് തിരിച്ചിടാൻ പോവാണ്. 15 നമുക്ക് 51 എഴുതാം, ഇൻറ്റു 21 12, 51 ഇൻറ്റു 12 എത്ര കിട്ടും? 612 കിട്ടുക അല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യത്യസ്ത ഗുണനഫലമാണ് ലഭിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് ഇതിന് രണ്ടിനും നാം തിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരേ സംഖ്യ തന്നെ ഗുണിച്ചപ്പോൾ കിട്ടി, അതേസമയം ഇവിടെ തിരിച്ചിട്ടപ്പോൾ വ്യത്യസ്ത സംഖ്യകളാണ് നമുക്ക് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ജോഡികളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ 12 ഇൻറ്റു 63 756, 21 ഇൻറ്റു 36 756 അല്ലേ. ഇവിടെ നമ്മൾ ഓരോ ഡിജിറ്റും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ആദ്യത്തേതിൻ്റെ ടെൻസ്, അതായത് 1 ഇതിൻ്റെ ടെൻസും 6 അല്ലേ. അതായത് 1 ഇൻറ്റു 6 എത്ര കിട്ടി നമുക്ക്? 1 ഇൻറ്റു 6 6 കിട്ടി അല്ലേ. അതായത് ഇതിൻ്റെ ടെൻസും ഇതിൻ്റെ ടെൻസും നമ്മൾ ഗുണിച്ചു. ഇനി ഇതിൻ്റെ വൺസ്, ഈ രണ്ടിൻ്റെയും വൺസുകൾ ഗുണിച്ച് നോക്കിയാൽ, ഇത് 2 ഇൻറ്റു 3 എത്ര കിട്ടും നമുക്ക്? 2 ഇൻറ്റു 3 അതും നമുക്ക് 6 തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ ടെൻസും ഇതിൻ്റെ ടെൻസും തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 6 കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെയും വൺസുകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക്, ഒറ്റകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 6 കിട്ടി അല്ലേ. അതായത് ഇവിടെ നമുക്ക് സെയിം ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ, ആയി നമ്മൾ ഇതിൻ്റെ ടെൻസുകൾ ഒന്ന് ഗുണിച്ച് നോക്കാം. 3ഉം 4ഉം അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 4 12 കിട്ടി. ഇനി ഇതിൻ്റെ വൺസുകൾ 2 ഇൻറ്റു 6 ഗുണിച്ച് നോക്കിയേ, 2 ഇൻറ്റു 6 അതും 12 കിട്ടി. അതേസമയം ഇവിടെ ഒന്ന് നോക്കിയേ, 1 ഇൻറ്റു 2 എത്രയാണ് കിട്ടുക? 1 ഇൻറ്റു 2 2 കിട്ടി. അതേസമയം നമ്മൾ 5 ഇൻറ്റു 1 ഗുണിച്ചു കഴിഞ്ഞാൽ 5 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വ്യത്യസ്തങ്ങളാണ് ഇങ്ങനെ ഗുണിക്കുമ്പോൾ കിട്ടുക. ഇവിടെ നമുക്ക് എന്താണ്? സെയിം ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവ നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് സെയിം ആവുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതേ രൂപത്തിലുള്ള ഏത് സംഖ്യകൾ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? അവ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 32 ഇൻറ്റു 69 ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് തന്നെ കിട്ടുമോ? അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ 3 ഇൻറ്റു 6 എത്രയാണ്? 3 ഇൻറ്റു 6 18, 2 ഇൻറ്റു 9 18 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവ തിരിച്ചിട്ട് ഗുണിച്ചാലും ഒരേ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും കിട്ടുക. ഇനി 24 ഇൻറ്റു 37 എന്ന് വിചാരിക്കുക. ഇതോ 2 ഇൻറ്റു 3 6, 4 ഇൻറ്റു 7 28 അല്ലേ. അപ്പോൾ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് സെയിം പ്രോഡക്റ്റ് തിരിച്ചിട്ടാൽ സെയിം പ്രോഡക്റ്റ് കിട്ടില്ല. നമ്മൾ കലണ്ടർ ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു അല്ലേ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ 7ാം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതേ രൂപത്തിൽ തന്നെ നമുക്കൊരു കലണ്ടർ എടുത്തിട്ട് കലണ്ടറിലെ ഏതെങ്കിലും ഒരു മാസം എടുക്കാം. ആ മാസത്തിൽ 4 ഡേറ്റുകൾ നമ്മൾ എടുക്കാം. എങ്ങനെയായിരിക്കണം ഡേറ്റുകൾ? സമചതുരത്തിൽ, അതായത് സ്ക്വയറിൽ വരുന്ന 4 ഡേറ്റുകൾ. ഏത് ഡേറ്റ് വേണമെങ്കിലും എടുക്കാം, നമുക്ക് സ്ക്വയറിൽ വരണം ആ ഡേറ്റുകൾ.
മനസ്സിലായല്ലോ. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് 4 ഡേറ്റ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ 2, 3, 9, 10 അല്ലേ. അപ്പോൾ അത് സ്ക്വയറിൽ വരുന്ന ഡേറ്റ് ആണ്. ഈ 4 ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനിവിടെ 2, 3, 9, 10 എന്ന് പറയുന്ന 4 ഡേറ്റുകൾ സെലക്ട് ചെയ്തു. ഈ സ്ക്വയറിലെ ഈ ഡയഗണലായി, അതായത് ഈ കോണോട് കോണിന് ചേർന്ന് വരുന്ന ഡേറ്റുകൾ അല്ലേ. ഇപ്പോൾ 9ഉം 3ഉം, ഇത് 2ഉം 10ഉം, ഇപ്പോൾ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കിയേ. അതായത് ഇവിടെ ഇപ്പോൾ 2 ഇൻറ്റു 10, ഇത് 3 ഇൻറ്റു 9, 2 ഇൻറ്റു 10 20, 3 ഇൻറ്റു 9 27. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഒന്ന് 20 കിട്ടി, ഒന്ന് 27 കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടി? 7 കിട്ടി അല്ലേ. ഇനി ഇതേ രൂപത്തിൽ തന്നെ വേറെ നമുക്കൊരു 4 ഡേറ്റുകളൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നമുക്ക് 7, 8, 14, 15 അല്ലേ, ഈ ഡേറ്റ് എടുക്കാം. 7, 8, 14, 15 ഈ 4 ഡേറ്റ് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? മൂലോട് മൂല വരുന്ന ഈ ഡേറ്റുകളൊന്ന് ഗുണിച്ച് നോക്കാം. 7 ഇൻറ്റു 15 വന്നു, പിന്നെ ഇത് വരും 8 ഇൻറ്റു 14. അപ്പോൾ 7 ഇൻറ്റു 15 എത്രയാണ്? 105 കിട്ടി. ഇനി 8 ഇൻറ്റു 14 112 കിട്ടി. ഇവിടെയും ഡിഫറൻസ് എത്രയാണ് വരിക? 112 മൈനസ് 105, 7 തന്നെയാണ് നമുക്കിവിടെയും ഡിഫറൻസ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്കൊരു കലണ്ടറിലെ സമചതുരത്തിൽ വരുന്ന ഏത് 4 ഡേറ്റ് എടുത്താലും അവയുടെ ഈ മൂലോട് മൂല വരുന്ന ഡേറ്റുകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 7 തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? ആദ്യം എടുത്ത ഡേറ്റുകൾ തന്നെ നോക്കാം. 2, 3, 9, 10. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ആദ്യത്തെ ഡേറ്റിന് 2 എന്ന് പറയുന്ന ഡേറ്റിന് നാം എക്സ് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഇത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 എന്നുള്ള ഡേറ്റ് എത്ര വരും? എക്സിൻ്റെ കൂടെ 1 കൂട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 1 ആണ് ഏത്? ഈ 3ന് പകരമുള്ള ഡേറ്റ്. അപ്പോൾ 2നും 3നും പകരം നമ്മൾ എന്ത് എഴുതി? എക്സും എക്സ് പ്ലസ് 1 എഴുതി അല്ലേ. ഇനി നമ്മുടെ അടുത്ത ഡേറ്റ് ഏതാണ്? 9 ആണ് അല്ലേ. അപ്പോൾ ഇതിന് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ, അപ്പോൾ 2 കഴിഞ്ഞിട്ട് നോക്കിയേ, 2 കഴിഞ്ഞാൽ 3, 4, 5, 6, 7, 8, 9 അല്ലേ. അപ്പോൾ 2ൻ്റെ കൂടെ 7 കൂട്ടുമ്പോഴാണ് അടുത്ത ഈ 9 കിട്ടുന്നത് നമുക്ക് അല്ലേ. അപ്പോൾ ഇവിടെ 2ന് പകരം നാം എക്സ് കൊടുക്കുമ്പോൾ എക്സിൻ്റെ കൂടെ എത്ര കൂട്ടണം? 7 കൂട്ടിയാലാണ് നമുക്കിവിടെ 9 കിട്ടുക. മനസ്സിലായല്ലോ. അപ്പോൾ നാം എന്തെന്ന് എഴുതാം? 9ന് പകരം എന്ത് എഴുതാം? എക്സ് പ്ലസ് 7 എന്ന് എഴുതാം അല്ലേ. 7 എന്ന് എഴുതാം. ഇനി നമുക്ക് 10 കിട്ടണമെങ്കിലോ എക്സിൻ്റെ കൂടെ എത്ര കൂട്ടണം? 8 കൂട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡേറ്റിനെ എക്സ് പ്ലസ് 8 എന്ന് എഴുതാം. അപ്പോൾ നാം എടുത്ത ഈ 4 ഡേറ്റുകൾക്ക് പകരം എന്തെഴുതാം? ഒന്ന് എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8 എന്ന് എഴുതാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ 4 ഡേറ്റുകൾ. ഇനി നാം എന്ത് ചെയ്തു? ഇവരെ തമ്മിൽ മൂലോട് മൂല ഗുണിച്ചു അല്ലേ. ഡയഗണലായിട്ട് നമ്മൾ ഗുണിച്ചു. അപ്പോൾ അത് നമുക്ക് എക്സും എക്സ് പ്ലസ് 8 തമ്മിലൊന്ന് ഗുണിക്കാം. അപ്പോൾ എങ്ങനെ വരും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8. അപ്പോൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു എക്സ്, 8x. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടി എക്സ് സ്ക്വയർ പ്ലസ് 8x എന്ന് കിട്ടി. ഇതിനെ ഗുണിച്ചപ്പോൾ ഇനി നമുക്ക് ഇവ തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. ഏതൊക്കെയാണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 7. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 7, 7x പ്ലസ് ഇനി ഒന്നുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം. 1 ഇൻറ്റു എക്സ് 1x പ്ലസ് 1 ഇൻറ്റു 7, 7. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 7xഉം 1xഉം 8x പ്ലസ് 7. ഇനി നാം ഇവിടെ എന്ത് ചെയ്തു? ഈ കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് അല്ലേ, ഇതിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 7 ആണ് കിട്ടിയത്. ഇത് 2നും 7 ആണ് കിട്ടിയത് അല്ലേ. ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ നമുക്ക് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ പ്രൊഡക്റ്റ് ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് 8x ഇതിന് കിട്ടി അല്ലേ. ഇനി ഇവ തമ്മിൽ ഗുണിച്ചപ്പോഴോ എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 7 കണ്ടോ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7 ആണ് വ്യത്യാസം. അതേ വ്യത്യാസം തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കലണ്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏത് 4 അക്ക സംഖ്യകളും, അതായത് സ്ക്വയറിൽ വരുന്ന ഏത് 4 അക്ക സംഖ്യകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയാണെന്ന് കാണാം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 73
73 ഒന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ സംഖ്യകൾ എഴുതാം, 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ അല്ലേ, ഒരു സ്ക്വയർ രൂപത്തിൽ എഴുതി. ഇനി നാം എന്ത് ചെയ്യണം? നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 സംഖ്യകളുള്ള ഒരു സമചതുരം, ഒരു സ്ക്വയർ അടയാളപ്പെടുത്തുക. ഇനി ആ സംഖ്യകൾ നാം നേരത്തെ ചെയ്തതുപോലെ തന്നെ കോണോട് കോൺ ഡയഗണലായിട്ട് എടുത്തിട്ട് ഗുണിക്കുക. ഗുണിച്ചിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ഇതിൽ ഏത് സമചതുരം എടുത്താലും ഇതേ വ്യത്യാസം തന്നെയാണോ കിട്ടുക എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഏത് വേണമെങ്കിലും എടുക്കാം, നമുക്ക് എന്താ ഉള്ളൂ സമചതുരത്തിൽ വരണം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഇതെടുത്തു, ഇതാണ് ഞാൻ എടുത്ത 4 നമ്പറുകൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവ കോണോട് കോൺ അല്ലെ ഡയഗണലായിട്ട് ഒന്ന് ഗുണിച്ചു നോക്കാം. അതായത് 7ഉം 11ഉം 7ഉം 3ഉം തമ്മിലൊന്ന് ഗുണിക്കുക, 2ഉം 8ഉം തമ്മിലൊന്ന് ഗുണിച്ചു നോക്കാം. നമുക്ക് ആദ്യം 2 × 8 16, ഇനി 3 × 7 21. ഇനി ഇവ തമ്മിൽ വ്യത്യാസം എത്രയാണ്? ഡിഫറൻസ് 21 - 16 5 അല്ലേ. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടി 5. ഇനി നമുക്ക് വേറെ 4 സംഖ്യകൾ കൂടി എടുക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇതെടുത്തെന്ന് വിചാരിക്കാം. അടുത്ത 4 സംഖ്യകൾ എടുത്തു, 9 10 14 15. അങ്ങനെയാണെങ്കിൽ അവയും നമുക്കിങ്ങനെ ക്രോസ് ചെയ്തൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പോൾ 9 × 15 എത്ര വരും? 9 × 15 135. ഇനി നമുക്ക് 10 × 14 140. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 5 തന്നെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും ഡിഫറൻസ് 5. ഇനി ഇത് എന്തുകൊണ്ടാണ് എന്ന് നാം പ്രൂവ് ചെയ്യണം, ആൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പം ഇത് എടുക്കാം. ഉദാഹരണത്തിന് 2 3 7 8 എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് 2ന് പകരം എന്ത് കൊടുക്കാം? ആദ്യത്തെ നമ്മൾ 2ന് x എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ 2ന് പകരം x എന്ന് കൊടുത്തു. ഇനി അടുത്ത സംഖ്യ ഏതാണ്? 3 അല്ലേ. അപ്പോൾ 2ന്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ ഇവിടെ xന്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ 3ന് പകരം നമുക്ക് x + 1 എന്ന് എഴുതാം. ഇനി 2 കഴിഞ്ഞാൽ അടുത്തത് 3, അടുത്ത സംഖ്യ 7 ആണ് അല്ലേ. അതായത് 2ന്റെ കൂടെ 1 2 3 4 5 കൂട്ടുമ്പോഴാണ് 7 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 2ന് പകരം x ആണ്. അപ്പോൾ xന്റെ കൂടെ എത്ര കൂട്ടണം? 5 കൂട്ടണം അല്ലേ. അപ്പോഴാണ് നമുക്ക് 7 കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? x + 5 അതാണ് 7. ഇനി 8 കിട്ടണമെങ്കിലോ 2ന് കൂടെ എത്ര കൂട്ടണം? 6 കൂട്ടണം അല്ലേ. അതായത് xന്റെ കൂടെ 6 കൂട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് x + 6. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സംഖ്യകൾ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിനെ ക്രോസ് ആയിട്ടൊന്ന് ഗുണിച്ച് നോക്കാം. നാം ഇവിടെ ചെയ്ത പോലെ തന്നെ, നാം ഇവിടെയും ക്രോസ് ചെയ്തിട്ടല്ലേ ഗുണിച്ചത്, അതേപോലെ ഇവിടെ ചെയ്ത് നോക്കാം. ആദ്യം എന്ത് വേണം? x-ഉം x + 6ഉം തമ്മിൽ ഗുണിക്കുക അല്ലേ. 2ഉം 8ഉം തമ്മിൽ ഗുണിച്ച പോലെ x × x + 6 എന്ത് വരും? x × x x² + x × 6 6x. അപ്പം ഇത് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തമ്മിൽ ഗുണിക്കണം, ഇത് തമ്മിൽ ഗുണിക്കണം അല്ലേ. 3ഉം 7ഉം ഗുണിച്ച പോലെ x + 1ഉം x + 5ഉം തമ്മിൽ ഗുണിക്കാം. അപ്പോൾ x + 1 × x + 5 = x കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം അല്ലേ. അപ്പോൾ x × x x² + x × 5 5x പ്ലസ് ഇനി ഇതുകൊണ്ട് 2നെയും ഗുണിക്കണം. അപ്പോൾ 1 × x x + 1 × 5 5. അതായത് x² പ്ലസ് ഇങ്ങോട്ട് നോക്കിയാൽ 5x-ഉം 1x-ഉം. അപ്പോൾ എത്ര വന്നു? 6x + 5. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത് രണ്ടാണ് നമുക്ക് കിട്ടിയ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരങ്ങൾ അല്ലേ. ക്രോസ് ചെയ്ത് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരങ്ങളാണ് ഒന്ന് x² + 6x-ഉം ഒന്ന് x² + 6x + 5. ഇവയൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, ഏതാണ് ഇവിടെ കൂടുതൽ? അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അല്ലേ അതിന് ഡിഫറൻസ് നോക്കിയപ്പോൾ നമുക്ക് 5ആണ് കിട്ടിയത് അല്ലേ. ഇവിടെയോ x² + 6x, ഇവിടെ x² + 6x + 5. അപ്പോൾ ഇവിടെ ഒരു 5 കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഏത് സ്ക്വയർ എടുത്താലും അവ ഡയഗണലായിട്ട് ഗുണിച്ച് കഴിഞ്ഞ് അവയുടെ വ്യത്യാസം എടുത്താൽ എപ്പോഴും എന്ത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക? 5 തന്നെയായിരിക്കും വ്യത്യാസം കിട്ടുക. മനസ്സിലായല്ലോ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക്
ഗുണിത പട്ടിക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 9 സംഖ്യകൾ വരുന്ന ഒരു സമചതുരം എടുക്കുക. ആ സമചതുരം ഏതാണ് നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 6, 8, 10, 9, 12, 15, 12, 16, 20. ഈ ഒരു സമചതുരം എടുത്തിട്ട് ഇവയുടെ മൂലകളിലുള്ള സംഖ്യകൾ അല്ലെ, അതായത് ഡയഗണലായിട്ട് വരുന്ന സംഖ്യകൾ, ഒന്ന് 6, 20, പിന്നെ 10, 12 അല്ലെ, ഇവ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം. ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ, അവ തമ്മിൽ എത്രയാണ് വ്യത്യാസം എന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സംഖ്യകൾ. ഇവയുടെ മൂലകളിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 6, പിന്നെ ഇവിടെ 20, ഇവിടെ 10, 12 അല്ലെ. അപ്പൊ നമ്മൾ മൂലോട് മൂല ഒന്ന് കൂട്ടി നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് 6 + 20 അല്ലെ, 6 + 20 26, പിന്നെ നമുക്ക് 10 + 12 22. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 26 - 22. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ ഇതേ രൂപത്തിലുള്ള വേറെ 9 സംഖ്യകൾ എടുക്കാം. 7 സംഖ്യകൾ വേണമെങ്കിൽ എടുക്കാം. ഒരു സ്ക്വയർ രൂപത്തിലാവണം എന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ ഇത് എടുക്കാന്ന് വിചാരിക്കാം. 10, 15, 20, 12, 18, 24, 14, 21, 22. ഞാനിപ്പോൾ ഇത് എടുത്തെന്ന് വിചാരിക്കാം. 6 സംഖ്യകൾ. ഇനി നമുക്ക് ഇതേ രൂപത്തിൽ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇവിടെ 10 + 28 അല്ലേ. 10 + 28 38. ഇനി 20 + 14 20 + 14 = 34. അപ്പൊ ഇവിടെ വന്ന ഡിഫറൻസ് എത്രയാണ്? 38 - 34. ഇവിടെയും നമുക്ക് ഡിഫറൻസ് എത്രയാണ് കിട്ടിയത്? 4 തന്നെയാണ് കിട്ടിയത് അല്ലേ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഈ 4 തന്നെ കിട്ടുന്നത് എന്ന് നാം ബീജഗണിതം, അതായത് ആൾജിബ്ര ഉപയോഗിച്ചൊന്ന് വിശദീകരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് ശരിക്കും ശ്രദ്ധിക്കാം. നമുക്കറിയാം ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് അല്ലേ. അതായത് ഇപ്പൊ അങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ നമുക്ക് 1, 2, 3, 4, 5, 6, 8, 9, ഇവിടെ 1, 2, 3, 4, 5, 6, 8, 9 അല്ലെ. ഇനി ഈ സംഖ്യകൾ ഇതിൽ വരുന്ന അക്കങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ 6 × 3 എന്ന് വെച്ചാൽ 6 × 3 അല്ലെ. അപ്പൊ 6 × 3 നമുക്ക് 18 കിട്ടി. മനസ്സിലായല്ലോ. ഇനി നമുക്ക് 3 × 4. അപ്പൊ ഇവിടെ നമ്മൾ 3 എടുക്കും, ഇവിടെ നമ്മൾ 4 എടുക്കും അല്ലെ. അപ്പൊ 3 × 4 12. ഇനി നമുക്ക് 9 × 8 കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 9 എടുക്കും, ഇവിടെ നിന്ന് 8 എടുക്കും അല്ലെ. അപ്പൊ അത് രണ്ടും കൂട്ടിമുട്ടുന്നത് 72. അപ്പൊ 9 × 8 72. അതായത് നാം ഇതിനെ എന്ത് പറയും? കോളം എന്ന് പറയും അല്ലെ. കോളം. ഇതിനെന്ത് പറയും? റോ എന്ന് പറയും അല്ലെ. വരിയും നിരയും എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ടേബിളിലെ ഓരോ സംഖ്യയും കിട്ടും. ഉദാഹരണത്തിന് 14 കിട്ടുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഇത് ഏത് കോളത്തിലിടാന്ന് നോക്കും അല്ലെ. അപ്പൊ 7 ആണ്. അപ്പൊ 7 × പിന്നെ നേരെ ഇങ്ങോട്ട് പോകും, ഏത് റോയിലാണെന്ന് നോക്കും, 2 അല്ലെ. അപ്പൊ 7 × 2 ആണ് 14. ഇനി 24 എന്ന് പറഞ്ഞതോ 8 × 3 അല്ലെ. അപ്പൊ 8 × 3 ആണ് 24. അപ്പൊ ഇതിലെ ഓരോ അക്കങ്ങളും ഓരോ സംഖ്യകൾ എങ്ങനെ വരുന്നതാണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം ഇൻറ്റു റോ അല്ലെ. ഇപ്പൊ നമുക്ക് ഈ 40 എങ്ങനെയാണ് കിട്ടുന്നത്? 5 × 8 അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഇതേ രീതിയിൽ തന്നെ ബീജഗണിത രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ ഉദാഹരണമായിട്ട് നാം ആദ്യത്തെ ടേബിൾ തന്നെ എടുക്കുക. ഇതെടുക്കുക. നാം ആദ്യം സെലക്ട് ചെയ്ത് 6, 8, 10 എന്ന് തുടങ്ങുന്ന ഈ സ്ക്വയർ എടുത്തു. ഈ സ്ക്വയർ എടുത്താൽ 6 എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? 3 × 2 ആണ് 6. അപ്പൊ നമുക്ക് ആദ്യം ഒരു പണിയാം. ഈ ടേബിൾ തന്നെ ആദ്യം കൊണ്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഈ സ്ക്വയർ. ഇനി നമുക്ക് ആദ്യത്തെ സംഖ്യ എത്രയാണ്? 6 അല്ലെ. 6 എങ്ങനെയാണ് കിട്ടുന്നത്? 3 × 2 3 × 2 ആണ് 6. അപ്പൊ 3-ന് നമ്മൾ n എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. മനസ്സിലാവണില്ലേ? ഈ 3-ന് പകരം നാം n കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ n കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 8-ന് എന്ത് കൊടുക്കേണ്ടി വരും? 8-ന് നേരെയുള്ളത് 3 കഴിഞ്ഞാൽ 4 ആണ് അല്ലേ. അപ്പോൾ n കഴിഞ്ഞാൽ n+1. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിവിടെ n+1 എന്ന് കൊടുക്കാം. ഇനി നമുക്കടുത്ത 5-മത്തതാണ്. അപ്പൊ n-ന്റെ കൂടെ 3-ന്റെ കൂടെ 2 കൂട്ടണം. അതായത് n-ന്റെ കൂടെ നാം 2 കൂട്ടണം അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? n+2 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതിന് ബന്ധപ്പെട്ട ആ 3 കോളത്തിനും n, n+1, n+2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഈ റോയിലേക്ക് വരാം. 1, 2, 3 എന്ന് തുടങ്ങുന്ന റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി 6 ആണ് നമുക്ക് നോക്കുന്നത് അല്ലേ. അപ്പൊ 6-ന്റെ നേരത്തിന് 2-മത്തെ റോ ആണത് അല്ലേ.
അപ്പോൾ ഈ റോക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഒന്ന് n ആണെങ്കിൽ അടുത്തത് m എന്ന് കൊടുക്കാം. അപ്പോൾ 2ന് നമ്മൾ m എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. m എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതാണ് വരിക? 9ൻ്റെത് 3 ആണ് അല്ലേ? അപ്പോൾ m-ൻ്റെ കൂടെ 1 കൂട്ടണം. 2ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 3. അപ്പോൾ m-ൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ നമുക്കിവിടെ m + 1 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് എന്താണ്? നമുക്ക് 12 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എത്ര വരിക? 3ൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് 4 വരുന്നത് അല്ലേ? അതായത് m-ൻ്റെ കൂടെ 1 2 കൂട്ടണം. അപ്പോൾ നമുക്ക് m-ൻ്റെ കൂടെ എത്ര കൂട്ടണം ഇവിടെ? m + 2. അപ്പോൾ നമുക്കിവിടെ ടേബിളിൽ 3 × 2 ആണ് 6 അല്ലേ? ഇത് ഇവിടെ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? n × m ആണ് 6 അല്ലേ? അപ്പോൾ 6 എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? m × n അല്ലേ? അപ്പോൾ നമുക്ക് 6ന് പകരം എന്തെന്ന് കൊടുക്കാം? m × n എന്ന് കൊടുക്കാം. ഇനി നമുക്ക് 8 ബാധകമല്ല. കാരണം നമുക്ക് ഈ 4 സംഖ്യകളാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 8 പോലെ തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് അടുത്തത് 10. ഈ 4 സംഖ്യകളാണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ? അപ്പോൾ അത് മാത്രം എടുത്താൽ മതി. ഇനി 10 എങ്ങനെയാണ് കിട്ടുന്നത്? 5 × 2 അല്ലേ? 5 × 2. ഇവിടെ ഇപ്പം എന്ത് വരും? 5ന് നമ്മൾ എന്ത് കൊടുത്തു? n + 2 എന്ന് കൊടുത്തു അല്ലേ? അപ്പോൾ n + 2 × m അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? n + 2 × m എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് n + 2 × m. അതായത് നാം ഇവിടെ 3ന് പകരം എന്ത് കൊടുത്തു? 3ന് നമുക്ക് n എന്ന് കൊടുത്തു. അപ്പോൾ ഇതെത്രയായി? n + 1 ആയി. ഇതെത്രയായി? n + 2 ആയി അല്ലേ? ഈ 5. ഇനി ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു? 2ന് എന്ത് കൊടുത്തു? m എന്ന് കൊടുത്തു. അപ്പോൾ 3ന് എന്ത് കൊടുത്തു? m + 1 എന്ന് കൊടുത്തു. 4നോ m + 2 എന്ന് കൊടുത്തു. അപ്പോൾ 6ന് പകരം നമ്മൾ എന്ത് ചെയ്ത്? 2 × 3 × 2ന് പകരം എന്ത് ചെയ്ത്? n × m. ഇനി നമുക്ക് ആവശ്യം 10 ആണ്. 10 എന്ന് പറഞ്ഞാൽ 5 × 2 ആണ്. അതിന് നാം എന്ത് എഴുതി? n + 2 × m. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ആവശ്യം ഏതാ ഉള്ളത്? ഇതൊന്നും വേണ്ട അല്ലേ? നമുക്ക് ഇത് വേണമെങ്കിൽ അതേ രൂപത്തിൽ കിടന്നോട്ടെ. 9 12 15. ഇനി നമുക്ക് ഈ 12 അല്ലേ? 3 × 4 ആണ് 12. അതായത് n × m + 2. n × m + 2. അതാണ് 12. ഇനി 20 ആണ് അല്ലേ? 16 നമുക്ക് 16 തന്നെ കിടന്നോട്ടെ. 16 20 അങ്ങനെ കിട്ടുന്നത് 5 × 4 അല്ലേ? അതായത് n + 2 × m + 2. n + 2 × m + 2. അപ്പോൾ ഇതാണ് നമ്മുടെ കള്ളി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ഇത്, അതാണ് 6. 10ന് പകരം ഇത്, പിന്നെ 12ന് പകരം ഇത്, പിന്നെ 20ന് പകരം ഇത്. ഇനി ഇവ തമ്മിൽ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യാം? ഒന്ന് കൂട്ടി നോക്കാം. ഇവിടെ അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? അപ്പോൾ അതിന് പകരം നമ്മൾ ഇതൊന്ന് കൂട്ടി വെക്കാം. അപ്പോൾ ആദ്യത്തെ കൂട്ടാം mn പ്ലസ് ഇതിൻ്റെ കൂടെ ഇത് കൂട്ടണം. ഇതിൻ്റെ മൂലയിലുള്ളത് അല്ലേ? n + 2 × m + 2. ഇതാണ് കൂട്ടേണ്ടത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? mn പ്ലസ് ഇനിയിപ്പോൾ തമ്മിൽ എന്ത് ചെയ്യണം? ഓരോന്നിനും ഗുണിക്കണം അല്ല? നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ n × m nm പ്ലസ് ഓരോന്നിനും ഗുണിക്കും ഇങ്ങനെ. അടുത്ത് n × 2 2n പ്ലസ് ഇനി 2 കൊണ്ട് 2 × m 2m പ്ലസ് 2 × 2 4. mn ഇവിടെയും nm അല്ലേ? nm എന്ന് പറഞ്ഞാൽ nm എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ അല്ലേ? അപ്പോൾ 2 mn ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് 2mn പ്ലസ് ഇവിടെ 2n ഉണ്ട്, പിന്നെ ഒരു 2m ഉണ്ട്, പിന്നെ ഒരു 4 ഉണ്ട്. അപ്പോൾ പ്ലസ് 2m പ്ലസ് 4. ഇനി നമുക്ക് ഇവ തമ്മിലൊന്ന് കൂട്ടി വെക്കാം. n + 2 × m പ്ലസ് ഏത് കൂട്ടണം? n × m + 2. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ m കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം വേണ്ടേ? അപ്പോൾ m × n mn പ്ലസ് 2 × m അല്ലേ? m × 2 2m. അപ്പോൾ അത് കഴിഞ്ഞു. n കൊണ്ട്
എൻ കൊണ്ട് എൻ ഇൻറ്റു എം എൻ എം അല്ലെങ്കിൽ എം എൻ അങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോളൂ പ്ലസ് എൻ ഇൻറ്റു 2 2 എൻ. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എന്ത് തോന്നുന്നു? എം എൻ ഇവിടെയും എൻ എം അത് എം എൻ തന്നെ 2 എം എൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 2 എം എൻ പ്ലസ് ഇവിടെ 2 എം ഉണ്ട് 2 എം പ്ലസ് ഇവിടെ 2 എൻ ഉണ്ട് 2 എൻ പിന്നെ വല്ലതുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇവ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 2mn പ്ലസ് 2n പ്ലസ് 2m പ്ലസ് 4 എന്ന് കിട്ടി അല്ലേ. ഇവ തമ്മിൽ കൂട്ടിയപ്പോഴോ 2mn പ്ലസ് 2m പ്ലസ് 2n അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഏതാണ് കൂടുതൽ വരുന്നത്? ഈ 4 ഇവിടെ കൂടുതൽ വരുന്നത് അല്ലേ. അത് തന്നെയല്ലേ ഇവിടെയും നമുക്ക് കൂടുതൽ വന്നത്. മനസ്സിലായല്ലോ. ഇനി അതിലത്തെ മൂന്നാമത്തെ ചോദ്യം നോക്കിയാൽ അതിൽ സബായിട്ടുള്ള വാട്ട് അബൌട്ട് എ സ്ക്വയർ ഓഫ് 16 നമ്പേഴ്സ്. അപ്പം നാം ഇവിടെ എടുത്തത് 9 നമ്പറുകളാണ് അല്ലേ. അതിന് പകരം 16 നമ്പറുകൾ എടുത്താൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിൽ ഇഷ്ടമുള്ള 16 നമ്പറുകൾ എടുക്കാം സ്ക്വയർ വരുന്ന രൂപത്തിൽ. അപ്പോൾ ഞാനിവിടെ ഇത് എടുത്തു എന്ന് വിചാരിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഇതാണ് ഞാൻ എടുത്ത സ്ക്വയർ. ഇനി നമുക്ക് ഇതിലെ മൂലകളിലുള്ള നമ്പറുകൾ ഏതൊക്കെ വരാം? 12 45 പിന്നെ 18 30 അല്ലേ. അപ്പോൾ 12 പ്ലസ് 45 എത്ര വരും? 57. ഇനി 18 പ്ലസ് 30 18 പ്ലസ് 30 48 അല്ലേ. അപ്പോൾ ഡിഫറൻസ് എത്ര വരുന്നുണ്ട്? 57 മൈനസ് 48 അതായത് 9 നമുക്ക് ഡിഫറൻസ് കിട്ടിയത്. ഇനി നമുക്ക് വേറെ ഏത് 16 എണ്ണം എടുത്താലും ഇതേ രൂപത്തിൽ നമുക്ക് 9 തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് വേണം? അത് നമുക്ക് ബീജഗണിതം ഉപയോഗിച്ചൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെയാണ് ഇതും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യ സംഖ്യ 12 ആണ് അല്ലേ. 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6 അതിൻ്റെ കോളത്തിലാണ് 6 അതിൻ്റെ റോ 2 അല്ലേ. അപ്പോൾ 6 × 2 ആണ് 12. അപ്പോൾ നമുക്ക് 6-ന് എന്ത് കൊടുക്കാം? n എന്ന് കൊടുക്കാം. അപ്പോൾ 6-ന് പകരം നാം n കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 7 എന്തായിരിക്കും? n+1 അല്ലേ. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ n+1. 8 n+2. 9 ആണെങ്കിൽ n+3. ഇനി നമുക്ക് നോക്കിയാൽ 12 നേരെ ഉള്ളത് ഏതാണ്? രണ്ടാമത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ m എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മാറ്റം വരുത്തണ്ട, അതേ റോ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ m എന്ന് കൊടുത്തു. ഇനി അടുത്തത് 18 അത് എത്രയാണ്? 3 നമുക്ക് m+1 എന്ന് കൊടുത്തു. ഇനി അടുത്തത് 24 4 അപ്പോൾ നമുക്ക് m+2 എന്ന് കൊടുത്തു. അടുത്ത് നമുക്ക് 30 അത് നമുക്ക് എന്ത് കൊടുക്കാം? 5-ന് പകരം m+3 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് 12-ന് പകരം എന്ത് എഴുതാം? 6 × 2 ആണ് 12. അതിന് പകരം n × m എന്ന് എഴുതാം. അപ്പോൾ ഈ കളിയിൽ നമുക്ക് 12-ന് പകരം n × m. അപ്പോൾ n × m അതാണ് 12. ഇനി നമുക്ക് നോക്കിയാൽ 14 വേണമെങ്കിൽ 14 തന്നെ എഴുതാം. പിന്നെ 16 എഴുതാം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള 18 ആണ് അല്ലേ. 18 നമ്മൾ എന്താണ്? 9 × 2 ആണ് 18 അല്ലേ. അതിന് പകരം എന്ത് എഴുതാം? 9-ന് പകരം n+3 × 2-ന് പകരം m അല്ലേ. അപ്പോൾ നമുക്ക് 18 പകരം എന്ത് എഴുതാം? n+3 × m എന്ന് എഴുതാം. നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കാം. 30 എങ്ങനെയാണ് കിട്ടുക? നമുക്ക് 6 × 5 30 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 6-ന് പകരം n × m+3. അപ്പോൾ n × m+3 ഇതാണ് 30. ഇനി നമുക്ക് ഏതാ വേണ്ടത്? 45 അല്ലേ. 45-ന് എങ്ങനെ എഴുതാം? 9 × 5 ആണ് 45. അതിന് പകരം എന്ത് എഴുതാം? n+3 × m+3 അല്ലേ. അപ്പോൾ n+3 × m+3. അപ്പോൾ നമ്മുടെ 4 സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടുക. അപ്പോൾ ആദ്യത്തെ കൂട്ടുമ്പോൾ n m പ്ലസ് ഇവ കൂട്ടണം അല്ലേ. n+3 × m+3
എൻ എം അതങ്ങനെ തന്നെ എൻ എം പ്ലസ് ഇന്ന് നോക്കിയാൽ എൻ പ്ലസ് 3 ഇൻറ്റു എം പ്ലസ് 3 ഓരോന്നും എൻ കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക അല്ലേ. അതിനുശേഷം 3 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ എൻ ഇൻറ്റു എം എൻ എം പ്ലസ് എൻ ഇൻറ്റു 3 3 എൻ പ്ലസ് ഇനി 3 കൊണ്ട് അല്ലേ 3 ഇൻറ്റു എം 3 എം പ്ലസ് 3 ഇൻറ്റു 3 9. ഇത് നോക്കിയാൽ എൻ എം പ്ലസ് എൻ എം അല്ലേ 2 എൻ എം പ്ലസ് ഇനി 3 എൻ മാത്രമേ ഉള്ളൂ 3 എൻ ഇനി ഒരു 3 എം മാത്രം 3 എം പ്ലസ് 9. ഇനി നമുക്ക് ഇപ്പോൾ തമ്മിൽ കൂട്ടി നോക്കാം. അപ്പോൾ എൻ പ്ലസ് 3 ഇൻറ്റു എം പ്ലസ് ഇനി ഇത് അല്ലേ എൻ ഇൻറ്റു എം പ്ലസ് 3 സീക്വൽ ടു നോക്കിയാൽ എൻ പ്ലസ് 3 ഇൻറ്റു എം. അപ്പോൾ എം കൊണ്ട് എന്ത് വേണം ഓരോന്നിനെയും ഗുണിക്കണം അല്ലേ. അപ്പോൾ എം ഇൻറ്റു എൻ എം എൻ പ്ലസ് എം ഇൻറ്റു 3 3 എം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലസ് എൻ കൊണ്ട് എൻ ഇൻറ്റു എം പ്ലസ് 3 ഇൻറ്റു എൻ 3 എൻ ഈക്വൽ ടു എം എൻ പ്ലസ് എം എൻ അല്ലേ 2 എം എൻ ഉണ്ട്. അപ്പോൾ നമുക്ക് 2 എം എൻ പ്ലസ് ഇവിടെ എത്ര ഉണ്ട് 3 എമ്മും പിന്നെ ഒരു 3 എന്നും ഉണ്ട് അല്ലേ 3 എം പ്ലസ് 3 എൻ. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഈ ക്രോസ് ചെയ്ത് കൂട്ടിയപ്പോൾ ഉത്തരങ്ങൾ നോക്കിയേ 2 എൻ എം എൻ എം എന്ന് പറഞ്ഞാൽ എം എൻ എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെ പ്ലസ് 3 എൻ പ്ലസ് 3 എം പ്ലസ് 9. ഇവിടെയും 2 എം എൻ പ്ലസ് 3 എം പ്ലസ് 3 എൻ അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് കൂടുതൽ വന്നിട്ടുള്ളത് പ്ലസ് 9 ആണ് ഇവിടെ കൂടുതലുള്ളത്. മനസ്സിലായല്ലോ. ഇനി നമ്മോട് ഇതേ രൂപത്തിൽ തന്നെ 4 സംഖ്യകളുള്ള സ്ക്വയർ എടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഇതേ രൂപത്തിൽ തന്നെ എൻ പ്ലസ് 1 എന്ന് കൊടുക്കാം, അതേപോലെ എം പ്ലസ് 1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഇതേ രൂപത്തിൽ തന്നെ ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ